കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് രതി രാജാണ്. മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് പറയുകയാണെങ്കിൽ ഭഗവാനെ കണ്ടിട്ടില്ല. മാഡത്തിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ മാഡം തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കണം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാം വദീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അത് നമ്മളെ വീട് നിറച്ച് ഫോട്ടോ ഉണ്ട് സാർ. ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കുമ്പോൾ ഈ പിള്ളേർക്ക് 3 മാസം കഴിഞ്ഞാലേ വിഷനൊക്കെ ഈ കൊച്ചിങ്ങനെ നോക്കും. അപ്പോൾ എന്തിലാണ് ഇവ ഇങ്ങനെ നോക്കിയപ്പോൾ സ്വാമിയുടെ കലണ്ടർ, സ്വാമിയാണ് നോക്കണത്. അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ ഏത് നേരവും ഞാൻ എടുത്തു വയ്ക്കുമ്പോൾ ഇവൻ നോക്കണത് സ്വാമിയെയാണ്. എനിക്കത് കാണുമ്പോൾ അതിശയം. അപ്പം ഞാൻ തന്നെ മനസ്സിൽ വെച്ചാൽ അത് ആത്മാവായിട്ടുള്ള ഒരു ഭഗവാൻ കൊടുത്തല്ലേ. ഭഗവാൻ കൊണ്ടുവന്ന് അവിടെ ഏൽപ്പിച്ചതാണ് നിങ്ങളെ മനോവേദന. മാഡം, ഇന്ന് ഞാൻ ശരിക്കും എൻ്റെ ഫീൽഡ് അസ്ട്രോളജിയാണ്. ഞാൻ ജ്യോതിഷമാണ് കൈകാര്യം ചെയ്യണേ. ഈ സമയത്തിനുള്ളിൽ ഞാൻ 5 ലക്ഷത്തോളം പേരെ കൺസൾട്ട് ചെയ്തു. 49 ലോകരാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഇതുവരെ മനസ്സിലാക്കിയതിൽ വച്ചിട്ട് ഏറ്റവും വലിയ വേദന ഏതെന്ന് ചോദിച്ചാൽ മനോവേദനയാണ്. നമ്മൾ പറയും, ചിലർ പറയും പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന, ചിലർ പറയും സ്റ്റോണിൻ്റെ വേദനയാണ് ഏറ്റവും വലിയ വേദന, ചിലർ പറയും പല്ല് വേദനയാണ് ഏറ്റവും വലിയ വേദന. ഇതൊക്കെ വേദന തന്നെയാണ്. ഈ വേദനയ്ക്കൊരു ലിമിറ്റുണ്ട്. വേദനയ്ക്ക് ഒരു നിശ്ചിത സമയത്തിനകത്ത് വേദനയെ മാറ്റാൻ പറ്റും. എങ്ങനെ? മരുന്നിലൂടെ മാറ്റാൻ പറ്റും. മനോവേദന എന്തുകൊണ്ട് മാറ്റും? പരിഹാരമില്ല. മനോവേദനയെ വേണമെങ്കിൽ മയക്ക് മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ ഉറക്ക ഗുളി കൊടുത്ത് ഉറക്കിയിടാം. ഉണരുമ്പം വീണ്ടും വേദന വരും. മനസ്സ് തളർന്നു കിടന്നിട്ട് മനസ്സ് ഉണരുമ്പം വേദന തിരിച്ചു വരും. മനോവേദന ആണ് ഏറ്റവും വലിയ വേദന. ആ വേദനയാണ് ഭഗവാൻ എടുത്തു കളഞ്ഞത്. എടുത്തു കളഞ്ഞ നിങ്ങളെ മനോവേദന, അയ്യോ എനിക്കൊരു പേരക്കുട്ടിയെ കാണണം, അത് അമ്മൂമ്മയ്ക്ക് ഉള്ള വേദനയാണ്. നമുക്കൊരു മോളുണ്ട്, നമുക്ക് തലമുറയില്ലാതെ പോവുകയല്ലേ, ഒരു കുടുംബത്തിന് അടുത്ത അവകാശം ഇല്ലാതെ പോവുകയല്ലേ. ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും പിന്നെ പിള്ളേർ എന്ന് പറയുന്നത് നമ്മളെ ജ്യോതിഷശാസ്ത്രത്തിൽ പറയണേ, മുൻജന്മ ശത്രുക്കൾ മക്കളായി പിറക്കും. അപ്പോൾ മക്കളായി വരണ ആരാണ്? ശത്രുക്കളാണ്. നമ്മൾ എത്രത്തോളം ഒരാളിനെ വെറുത്തോ അവരടുത്ത ജന്മങ്ങളിൽ സ്നേഹിക്കേണ്ടി വരും. അതുകൊണ്ട് ആരോടും വെറുക്കാതിരുന്നാൽ നമുക്ക് മക്കൾ എണ്ണം കുറയും, ശത്രുക്കളെ എണ്ണം കുറയും. അപ്പോൾ ഇവർ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ജീവൻ്റെ പകുതിയാണ് മക്കൾ. മക്കളെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ജീവൻ്റെ പകുതി. അപ്പോൾ ജീവൻ്റെ പകുതിയാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വേദന പോലെ അച്ഛനും അമ്മയുടെയും വേദന പോലെ മക്കളെ സംബന്ധിച്ചുള്ള ലോകത്താർക്കും വേദന ഉണ്ടാവില്ല.
ആ വേദനയാണ് ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് പറ്റയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളെ മുക്തയാക്കി വിട്ടു. എനിക്ക് ആ വേദന ഞാൻ എടുത്തു. ഇത് ഭഗവാൻ എത്രയോ അടുത്ത്. ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഒരു 100 കണക്ക് ആളുകൾ ഈ ചാനൽ കണ്ടിട്ട് വന്നിട്ടില്ല. ഇപ്പോഴും അവർ നാട്ടിലെത്തിയിട്ടില്ല. ഈ അനുഭവസ്ഥർ നാട്ടിൽ വന്നിട്ടില്ല. അവർ ലണ്ടനിലും അമേരിക്കയിലും കാനഡയിലും അതുപോലെ ഓരോ സ്ഥലത്തിരിക്കുന്നവർ ഈ ചാനൽ, ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ പോയവർ കൊണ്ട് പലരൊക്കെ എന്നെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇവരെയൊക്കെ എൻ്റെ ചാനലായത് ഞാൻ ഇതിൽ ഇരിക്കുന്നുണ്ട്, അത് ഇതിൽ ആഡ് ചെയ്ത് പോകും. അപ്പോൾ അവരെപ്പോഴെങ്കിലും അവരിലേക്ക് എത്തും. അവരെത്തി കണ്ടിട്ട് പറയാണ്, സാർ ഞാൻ പ്രാർത്ഥിച്ച ജോലി ഇല്ലാതെ, ജോലിക്ക് ഇത്രയും ദിവസമായിട്ടൊന്നും ഒരു നല്ല ജോലി എനിക്ക് കിട്ടിയിട്ടില്ല. ഭഗവാനെ പ്രാർത്ഥിച്ച് ഇത് വന്ന് ചിലർ ഈ ഇതിൽ നിന്ന് തന്നെ പ്രിൻ്റൊക്കെ എടുത്ത് ഈ ഇതിൽ കണ്ടിട്ട് ഇതിൽ നമ്മളെ ചാനലിൽ നിന്ന് തന്നെ ഭഗവാന്റെ പ്രിൻ്റ് എടുത്ത് അതിൽ നിന്ന് തന്നെ സ്റ്റുഡിയോ കൊടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് അത് വച്ച് നിൽക്കുന്നു. ചിലർ മൊബൈലിലാക്കി. ഞാൻ പോലും ഭഗവാനെ മൊബൈലിലാക്കിയാണ് കൊണ്ടു നടക്കുന്നത്. ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നതാണ്. എന്നാൽ ഈ മൊബൈലിൽ നോക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ നിയന്ത്രണം പാലിക്കും. മൊബൈൽ എടുക്കുമ്പം ഭഗവാനാണ്. പിന്നെ അവിടെ നിന്നൊക്കെ വരുന്ന ചില നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ളതിനെ വരെ നമ്മൾ ഭഗവാൻ ഇതിനകത്ത് കേട്ടോണ്ടിരിക്കാൻ പോസിറ്റീവ് ആക്കും. നമ്മളങ്ങ് ചിരിച്ച് കളയും. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളതിനെ, അപ്പോൾ ഭഗവാന്റെ സ്വാധീനമാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഉള്ളിലിരിക്കണമെങ്കിൽ നമ്മൾ ചില സമയത്ത് മനുഷ്യരെന്ന് പറഞ്ഞാൽ ആരാണ് മാഡം? രാക്ഷസനും ദൈവത്തിനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥ. ഈ രണ്ടിൻ്റെയും പ്രതിരൂപമാണ് മനുഷ്യൻ. ഇതിൽ ചിലർക്ക് രാക്ഷസീയ അംശം കൂടുതലുണ്ടാവും, ചിലർക്ക് ദേവാംശം കൂടുതലുണ്ടാവും. ഇത് രണ്ടും തമ്മിൽ പറ്റും. അപ്പോൾ ദേവാംശം കൂടുതലുള്ളവർക്ക് ദൈവഭക്തി കൂടും, അവർ ദൈവത്തെ വിളിക്കും, അവർക്ക് ചില ദുഃഖങ്ങൾ കാണുമ്പോൾ സങ്കടം വരും, ഇതൊക്കെ വരും. എന്തുകൊണ്ടാണ്? ദേവാംശം കൂടുതലുള്ളതുകൊണ്ടാണ്. അസുരാംശം കൂടുതലുള്ളവരുണ്ട്, അവരെന്ത് ചെയ്യും? ദൈവത്തെ ചീത്ത വിളിക്കും. അസുരനല്ലേ കൂടുതൽ, പോണവനെ കളിയാക്കും, അമ്പലത്തിൽ ദൈവത്തെ വിളിക്കുന്നവരെ കളി. അപ്പോൾ അവനും ഭഗവാന്റെ ജീവൻ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന എന്താണ്? ഈശ്വരാംശമാണ് ഇരിക്കുന്ന. നമ്മളിൽ കുടികൊണ്ടിരിക്കുന്ന അംശത്തിൽ വരുന്ന വ്യത്യാസമാണ്. ഒരാൾ അയ്യോ എനിക്ക് വിശ്വാസമില്ല, വിശ്വാസം ഇല്ലാതെ ഒരാളിന് ജീവിക്കാൻ പറ്റില്ല. വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യമല്ലേ അമ്മ? 2 സത്യങ്ങളേ ലോകത്തുള്ളൂ. ഒന്ന് അമ്മ, അതായത് ജനനം. ജനനി, നമുക്ക് ജന്മം തന്നവള്, അത് മാറൂല. ഒരാൾ ജന്മം തരാതെ ഇവിടെ ഒരാളും ജനിക്കൂല. അപ്പോൾ ജനനി എന്ന് പറഞ്ഞ അമ്മ. പിന്നെ ഒരു സത്യമേ ഉള്ളൂ, അത് മരണമാണ്. ഈ 2 സത്യങ്ങൾക്കിടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജന്മം എന്ന സത്യത്തിൽ നിന്ന് മരണം എന്ന സത്യത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ ജീവിതയാത്ര. ഇത് എത്ര ദൂരം പോവും? ഇതിനെയാണ് ജ്യോതിഷികൾ എഴുതി വെച്ചിട്ട് ജാതകം, നമ്മളെ റൂട്ട് മാപ്പ് തയ്യാറാക്കി വെച്ചിട്ട് ഇന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ കട്ടർ റോട്ടിൽ കൂടി പോവും, ഇടിച്ചിടിച്ചേ പോവുള്ളൂ, അപകടങ്ങളുണ്ടാവാം, ഇതൊക്കെ നമ്മൾ എഴുതി വയ്ക്കുന്നത് അത് വെച്ചിട്ടാണ് യാത്രയിൽ തന്നെ. അപ്പോൾ ഈ 2 സ്പേസിനും ഈ സ്പേസിനെയാണ് നമ്മൾ ജീവിതം എന്ന് പറയണത്. അപ്പോൾ ഈ ജീവിതയാത്രയിൽ ഈ നമുക്ക് വിശ്വസിക്കാതെ പോകാൻ പറ്റില്ല. ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടുന്ന് 22 കിലോമീറ്റർ ഇന്ന ചെല്ലുമ്പോൾ ഇന്ന റോഡ് ഇന്ന ജംഗ്ഷൻ എത്തും. അത് നമുക്ക് വിശ്വസിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. ഈ എഴുതി വെച്ചിരിക്കുന്നതിനെ വിശ്വസിച്ചാലേ നമുക്ക് ആ വഴി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല, എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അവന് പോകാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി എന്ന് പറയണേ നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വിശ്വസിച്ചേ പോകാൻ പറ്റുള്ളൂ. അമ്മ എന്ന സത്യം അച്ഛൻ എന്ന ആളിനെ വിശ്വസിപ്പിക്കുകയാണ്. മക്കളെ അച്ഛൻ എന്ന് വിശ്വസിപ്പിക്കുകയാണ്. ഈ വിശ്വാസം അമ്മ എന്ന സത്യമാണ്. അച്ഛനെ വിശ്വസിച്ചേ പറ്റുള്ളൂ. ആര് പറഞ്ഞ സത്യം കൊണ്ട്? അമ്മ പറഞ്ഞ സത്യം. അമ്മ എന്ന സത്യം ചൂണ്ടിക്കാണിച്ചു തന്നവൻ അച്ഛൻ. എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അവനെ അച്ഛന്ന് വിളിക്കാൻ പറ്റുമോ? ആരെങ്കിലും ആർക്കെങ്കിലും? വിശ്വാസമില്ലാത്തവനെ ആരെങ്കിലും അച്ഛന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ വിശ്വാസമില്ലാത്തവർക്ക് അച്ഛയില്ല. ഞാനൊരു സിമ്പിളായിട്ട് പറഞ്ഞതാണ് മാഡം. അപ്പോൾ വിശ്വാസമാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഈശ്വരനെ കണ്ടവർ, അല്ലെങ്കിൽ പണ്ട് ഈശ്വരനെ കണ്ടവർ ദൈവമുണ്ട്, ദൈവത്തിനെ കൊണ്ട് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഗുരുക്കന്മാരെ രൂപത്തിൽ വന്ന് പഠിപ്പിച്ച് തന്നുകൊണ്ടിരുന്നുകൊണ്ടാണ് നമ്മളെല്ലാം ഇന്നത് ചെയ്യേണ്ട തെറ്റ് ചെയ്താൽ അത് ഈശ്വരൻ നിരക്കാത്തതാണ്, ഈശ്വരന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാൻ ഭയക്കും.
അപ്പം നമുക്ക് തെറ്റ് ശരിയും പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ ഏറ്റവും ആദ്യ ഗുരു എന്ന് പറയുന്ന ആരാണ്? അമ്മയാണ്. അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ബാക്കി ഗുരുക്കന്മാരുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ വളർത്തിക്കൊണ്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ആ വിശ്വാസത്തിൻ്റെ മറയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോഴും നിലനിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം എന്ന് പറയുന്നത് ഇല്ലാത്തതിനെ അന്വേഷിച്ചടക്കുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് കണ്ടവർ എഴുതി വെച്ച് ഉണ്ട്, അതിന് വേറെ സംശയമൊന്നും വേണ്ട. അത് സത്യങ്ങളാണ്. മറ്റത് അസത്യത്തെ അന്വേഷിച്ച് കിടക്കുന്നതാണ് ശാസ്ത്രം. ഇന്ന് ശാസ്ത്രയുഗമാണ്. അവിടെ ചന്ദ്രനിൽ വെള്ളമുണ്ടോ, ചന്ദ്രനിൽ ഇതുണ്ടോ എന്ന് ഇപ്പോഴും കണ്ടുകൊണ്ട് നടക്കണേ ഉള്ളൂ. പണ്ട് 6000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ മഹർഷിവര്യന്മാർ ഇവിടെ ഇരുന്ന് ജ്ഞാനദൃഷ്ടിയാൽ അവരവിടെ പോയി കണ്ട് എഴുതി വെച്ചു. അവരെഴുതി വെച്ചു, അതിൽ അന്വേഷിച്ചിപ്പോൾ നടക്കണേ ഉള്ളൂ. അപ്പോൾ ഒന്നും പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. എന്തെല്ലാം പണ്ടുണ്ടോ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഇവിടെ ഇരുന്നു കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു, അവിടെ കത്തി നശിക്കും. ഇന്നത്തെ രാസായുധങ്ങൾ ഇപ്പം നമ്മൾ ഇറാനിലേക്ക് ഇസ്രയേലിൽ ഇരുന്നുകൊണ്ട് അമ്പ് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ആയുധം ഇടുന്നത് ഇവിടെ വന്നിട്ടാ. അവിടെ ഇരുന്നോടത്തൊടുത്ത് ഇവിടെയാണ്. ഇസ്രയേലിലേക്ക് ഇറാൻ അമ്പ് തൊടുത്ത് വിടുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണ്, അല്ലാതെ അവിടെ ചെന്നിട്ടല്ല. ഇതൊക്കെ നമ്മളെ പണ്ട് എഴുതി വെച്ച കാര്യങ്ങളാണ്, അല്ലാതെ ഒന്നും കണ്ടുപിടിക്കുന്നില്ല. പണ്ട് മഹർഷിവര്യന്മാർ അവരെ ജ്ഞാനദൃഷ്ടിയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് TV കാണുന്നതും മറ്റ് കാണുന്നതും ഒക്കെ. അവിടെ അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് അങ്ങോട്ട് പോയപ്പോൾ കാല് കെട്ടി വീഴാൻ പോയി. നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കും, അയ്യോ ട്രംപ് വീഴാൻ പോകണം എന്നിവിടെ. ഇതുപോലെ ഇതിനേക്കാൾ ക്ലിയറായിട്ട് മഹർഷിവര്യന്മാർ നമ്മളെ, അതായത് ഓരോ ഭഗവാന്റെ ഭക്തന്മാരെ അവർ കണ്ടുകൊണ്ടിരിക്കും. അവരിതാ കാല് കെട്ടി ഇപ്പം വീഴും, പൊണ്ണെ താങ്ങും. ഇത്ര സൂക്ഷ്മമായിട്ട് നമ്മളെ താങ്ങും നമ്മളെ ഈ ഗുരു. അത് ദൈവത്തിന് സാധിക്കില്ല. ദൈവത്തിന് ലിമിറ്റുണ്ട്. ഇപ്പോൾ ദൈവത്തിന് വരെ ലിമിറ്റുണ്ട്. ദൈവം അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ തരയൊന്നുമില്ല. തലയിലെഴുത്ത് മാറ്റാൻ ശക്തിയുള്ളത് ഗുരുക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ. പരമഗുരു വിചാരിച്ചാൽ നമ്മളെ തലയിലെഴുത്ത് തന്നെ മാറ്റാം. അതുകൊണ്ട് മാഡമൊക്കെ ഭഗവാന്റെ ഭാഗ്യം സിദ്ധിച്ചവരാണ്. ഒന്ന് ഭഗവാന്റെ സ്വപ്ന രൂപേണെങ്കിലും ഭഗവാന്റെ സ്പർശനമേൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യവതി തന്നെയാണ്. അത് നമ്മളെ വേദന മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെ കർമ്മഫലം മാറ്റിയെന്നാണ്. മാറ്റിയത് വേദനയല്ല, കർമ്മഫലം. കർമ്മഫലമാണല്ലോ നമുക്ക് ഓരോന്നും അനുഭവിക്കുന്നതിനെല്ലാം കാരണം കർമ്മഫലം തന്നെയാണ്. ഒന്നും നമ്മൾ ചെയ്യാത്ത കുറ്റമൊന്നും നമ്മൾ തലയിൽ വരില്ല. നമ്മളിപ്പം ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പൂർവ്വജന്മം. അപ്പോൾ പലരും വന്ന് നമ്മളുടെ തന്നെ പല വ്യാധിയിലും ചോദിക്കും, മുൻജന്മങ്ങളിൽ ചെയ്തത് നമുക്ക് ഓർമ്മയില്ലല്ലോ, അതിന് എന്തിനാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്, ഇപ്പം ദൈവം നമുക്ക് അനുഭവിക്കുന്നത്, അപ്പോഴും വലിച്ചു ആടി തരണ്ടേ എന്ന് ചോദിക്കും. ഈ ജന്മത്തിലുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ട? ഇപ്പോൾ മാഡം 10ാം ക്ലാസ് പാസ്സായിട്ടാണ് അടുത്ത ക്ലാസ്സിലേക്ക് പോയത്. 10ാം ക്ലാസ്സിൽ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇന്ന് പരീക്ഷ ഇട്ട് തന്നാൽ നിങ്ങൾ ജയിക്കുമോ? സൂപ്പറായിട്ട് തോക്കും. എന്തുകൊണ്ട്? നമുക്ക് ഓർമ്മയില്ല. പിന്നെ നമുക്ക് ഓർമ്മയുള്ള എന്താണ്? നമുക്ക് നല്ല പണി കിട്ടിയിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കും. നമുക്കിട്ട് നല്ല ആരെങ്കിലും പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഓർമ്മിച്ച് വെച്ചിരിക്കും. ഇതല്ലാതെ എല്ലാം മറക്കുകയാണ്. നമുക്ക് മറവിയാണ് നമ്മളെ ഏറ്റവും വലിയ കാര്യം. ഇന്നലെ ഒരു ദിവസം മാഡം ഉറക്കം ഇളച്ചോട്ട് രാത്രി വരെ കറക്റ്റ് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ആഹാരം കഴിച്ചു, എത്ര പ്രാവശ്യം വെള്ളം കുടിച്ചു എന്ന് ചോദിച്ചാൽ മാഡത്തിന് അറിഞ്ഞുകൂടാ. കറക്റ്റ് നമ്മൾ തെറ്റാതെ നമുക്ക് പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എത്ര പ്രാവശ്യം വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ആരുടെയൊക്കെ സംസാരിച്ചു, എത്ര പ്രാവശ്യം ഞാൻ മൊബൈലിൽ സംസാരിച്ചു, എത്ര പ്രാവശ്യം ഞാൻ മൊബൈലിൽ നോക്കി. ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം അതുപോലും നമ്മളെ ഓർമ്മയിലില്ല. നമ്മളാണ് പറയണത് കഴിഞ്ഞ ജന്മത്തെ ഫലം ഇപ്പം വന്നാൽ വന്നുകൊണ്ടാണ് ഞാൻ ഒന്നും അറിയാത്തത് എന്ന് പറഞ്ഞ ഒരർത്ഥവുമില്ല. കഴിഞ്ഞ ജന്മത്തിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിനെ ഇവരെ കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം മാഡം മനസ്സിലാക്കുക, മാഡം വന്നു പെട്ടത് ശരിക്ക് ഈശ്വരൻ്റെ അടുത്ത് വന്ന് എത്തിയിരിക്കുകയാണ്, പരമഗുരുവിൻ്റെ അടുത്ത് വന്ന് എത്തിയിരിക്കുകയാണ്. പിന്നെ സാറേ എനിക്ക് പിന്നെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കര സ്ട്രെസ്സുള്ള സമയത്ത് ഇങ്ങനെ വെളുപ്പാങ്കാലം 3 മണിക്കൊക്കെ എടുത്ത് വെച്ച് സ്വാമിയുടെ പടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ 3 പ്രാവശ്യം കണ്ണിങ്ങനെ, ഞാൻ പേടിച്ചു പോയി. 3 പ്രാവശ്യം അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്തു. കാരണം വെളുപ്പാങ്കാലം 3 മണിയാണ്. എന്നിട്ട് ഞാൻ അത് ഹസ്ബൻഡോടെ പറഞ്ഞു,
സ്വാമി അതിങ്ങനെ സ്വാമി പല അത്ഭുതങ്ങളും കാണിക്കുക, അതുകൊണ്ട് നീ കണ്ടതാണ്. ഭഗവാൻ മാഡം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ പോയിട്ടില്ല. ഭഗവാൻ ഇപ്പം നമ്മളോട് തന്നെയുണ്ട്. ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അടുത്തും ഭഗവാൻ ഉണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ ജീവസമാധിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം മറച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്വാമി കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ വേണ്ടി, ശരീരം ഇരിക്കുമ്പോൾ ശരീരത്തിൽ ഇരുന്നുകൊണ്ടല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ശരീരം മാറ്റി വെച്ചിട്ട് പറ്റരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ലിമിറ്റില്ല. ചിലപ്പോൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ട്. ഇനി ഭഗവാന് ലിമിറ്റില്ല. ഭഗവാൻ എന്ത് വേഗത്തിലും പ്രവർത്തിക്കും. ഈ ആറ്റം ബോംബിനേക്കാൾ ശക്തിയായി നിൽക്കുകയാണ്. അത് ഉൾക്കൊള്ളാനുള്ള ആളുകളില്ലാത്തതാണ് കുഴപ്പം. നമ്മളെയൊക്കെ ആത്മാക്കളിപ്പം നമ്മളാവട്ടെ, നമുക്കൊരു ലിമിറ്റുണ്ട്. നമ്മളെയൊക്കെ ആത്മാവ്, നമ്മളെയൊക്കെ ജന്മം, നമ്മളെയൊക്കെ കർമ്മം, ഇത് കിടക്കുന്നതിൻ്റെ പേരിൽ നമുക്കൊരു ലിമിറ്റുണ്ട് ഇതെടുക്കാൻ. ഭഗവാൻ ലിമിറ്റായിട്ട് നിൽക്കുന്നതല്ല, അൺലിമിറ്റായിട്ട് നിൽക്കുകയാണ്. എന്തും തരാൻ കണക്കായി നിൽക്കുകയാണ്. വാങ്ങിക്കാനുള്ള ശേഷി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തലയിൽ കൊണ്ടുവച്ചൊരു 25 കിലോ ചുമക്കാൻ തലയിൽ കഴിവുള്ള ഒരാളുടെ തലയിൽ 150 കിലോ പിടിച്ചെന്ന് എന്ത് ചെയ്യും? നമ്മൾ ഇട്ടുകൊണ്ട് അവിടെ വീഴും, അല്ലെങ്കിൽ കഴുത്ത് ഉളുക്കി പോവുകയും ചെയ്യും. അതുകൊണ്ട് ആണ് നമുക്കെടുക്കാൻ പറ്റാത്തതാണ്. അല്ല ഭഗവാന്റെ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പം അതിന് യുക്തമായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റേതായ ഗുണം പെട്ടെന്ന് കിട്ടും. അപ്പോൾ അവിടെ നിൽക്കുന്നവരായിരിക്കും, അയ്യോ ഞാൻ ഇത്രയും ദിവസമായിട്ട് പോകണു, എനിക്ക് ഒരു ഇതും കിട്ടിയില്ല. കാരണം അവനെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ മുമ്പേ കൊണ്ടിട്ടിരിക്കുകയാണ്, അവനെടുക്കാൻ പറ്റുന്നില്ല. പണ്ടൊരു പരമഭക്തൻ പട്ടിണി ദാരിദ്ര്യം കൊണ്ട് സഹിക്കാൻ വയ്യ, അങ്ങനെ നിലവിളിക്കുന്ന കണ്ടിട്ട് ഭിക്ഷ അയച്ച് ഓരോ നടന്ന് ഒന്നുമില്ല, വീട്ടിലത്തേക്ക് തിരിച്ച് പോകുന്ന വഴിയിൽ ഇന്നും ഒന്നും കൊണ്ടുപോകാനില്ല. ഞാൻ ഇന്ന് വീട്ടിൽ പോയി ഭാര്യയുടെയും മക്കളോട് എന്ത് പറയും? ഭിക്ഷ അയച്ച് പോയിട്ട് ഒന്നും കിട്ടാതെ തിരിച്ചു വരികയാണ്. അപ്പം കണ്ട ശിവനെ ആരാധിക്കുന്ന ശിവഭക്തനാണ്. അപ്പോൾ പാർവതി ദേവിക്ക് ഭയങ്കര സങ്കടം. നിങ്ങളെ ഇത്രയും ആരാധിച്ച് നടക്കുന്നവൻ ഇന്ന് വീട്ടിൽ പോയി എന്ത് കഴിക്കും? പിള്ളേരുടെ അടുത്ത് എന്ത് പോയി പറയും? പിള്ളേർ വിശന്ന് അച്ഛനെ കാത്തിരിക്കുകയാണ്, അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരും അത് വെച്ച് കഴിക്കാൻ. അപ്പോൾ ഇത് കുറഞ്ഞു ദേവി ഭയങ്കരമായി ശിവനെ സമ്മർദ്ദത്തിലാക്കി. ദേവി ഞാൻ കൊടുത്താലും അവൻ എടുക്കൂല, കാരണം അവനത് അത് കാണൂല അവൻ. അപ്പോൾ ദേവി നിങ്ങൾ കൊടുത്തു നോക്ക്, ചുമ്മാ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നതിനേക്കാൾ കൊടുത്തു നോക്ക്, എടുക്കൂലെന്ന്. അപ്പോൾ ദേവിയും കൂടി വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു നിധി കുംഭം കൊണ്ടുവന്ന് വരുന്ന വഴിയിൽ വെച്ചു കൊടുത്തു. അതിനേക്കാളും വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഞാനെന്നും ഇതുവഴി നടന്നു പോവുകയാണ്, ഒരു ദിവസം എനിക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടാൽ ഞാൻ എങ്ങനെ പോകും? അതുകൊണ്ട് കുറച്ച് ദൂരം പ്രാക്ടീസ് ചെയ്ത് പോകാൻ കണ്ണടച്ചു. ഈ കുംഭം ഇരിക്കുന്ന അത്രയും ദൂരം, ഈ നിധി ഇരിക്കുന്ന അത്രയും ദൂരം കണ്ണടച്ചങ്ങ് പോയി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊടുത്താലും അവ എടുക്കൂല. ഇപ്പോൾ ദേവിക്ക് മനസ്സിലായില്ലേ, ഞാൻ കൊടുക്കാത്തതുകൊണ്ടല്ല, അവൻ കാണാത്തതുകൊണ്ടാണ്. ദൈവം നമ്മളെ മുമ്പ് പലതും നീട്ടിവെക്കുകയാണ്, നമ്മൾ കാണുന്നില്ല. നമ്മളെ അജ്ഞത എന്ന് പറഞ്ഞ മൂടൽ മഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ കാണാതെ ഇരുട്ടായിട്ട് പോവുകയാണ്. അപ്പോൾ ഭഗവാന്റെ നിന്ന് കിട്ടാതെ എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങാത്തതുകൊണ്ടാണ്, ഭഗവാൻ തരുന്നതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ സാർ ഞങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് മോളടുത്ത് നിന്ന് ഗോവ വഴി വരാനുള്ള, ആദ്യമായിട്ടാണ് ഗോവ വഴി വരണം, ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വന്നപ്പോൾ സമയമായിപ്പോയി. അപ്പം ട്രിവാൻഡ്രത്തോട്ട് വരുന്ന ട്രെയിനും ആ പേരിലുള്ള ഗോവ ഒറീസയിലോട്ട്, രാജസ്ഥാൻ ഒറീസ 2 ട്രെയിനും ഒത്തു വന്ന് നടക്കുകയാണ്. അപ്പം ഞാൻ തർക്കിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറീസയിൽ പോകുന്ന ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് പറയുന്നത് ഇല്ല ഞാനൊന്ന് അന്വേഷിക്കട്ടെ, സമയം ഏതാണ്ടായി. അപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിച്ചു. നമ്മൾ ഈ ഇംഗ്ലീഷ് പറഞ്ഞാലും അവിടെ അവർ ഇംഗ്ലീഷിൽ റെസ്പോണ്ട് ചെയ്യില്ല. പോലീസ് പോലും ചൂണ്ടിക്കാണിച്ചത് ഞാൻ പറഞ്ഞ ട്രെയിനായിരുന്നു. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് വെള്ള ഉടുപ്പും വെള്ള മുണ്ടും ചുരുണ്ട മുടി, ഭസ്മ ഇങ്ങനെ നടുക്ക് പൊട്ടിട്ടിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞ് തിരുവനന്തപുരത്തോട്ടാണോ പോകണം? ഞാൻ കണ്ണൂരോട്ട് പോകുന്ന ആളാണ്, ഈ ട്രെയിനാണ് തിരുവനന്തപുരം പോകണം, ഇതിൽ കയറണം. അപ്പോൾ ഇങ്ങനെ അയാൾ എൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ എനിക്കൊരു സംശയം, ഇത് ഇങ്ങനെ പറഞ്ഞതിൽ കയറി പോയാൽ എന്ത് പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങേര് ധൈര്യമായിട്ട് പറയുന്നത്, നിങ്ങൾ 3rd AC, ഞാൻ 2nd ACയിലാണ്, കയറിക്കോളി, ഇത് തന്നെയാണ്, ഞാൻ കണ്ണൂരോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് സാറേ, ഈ ആൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, കയറിയില്ല, ട്രെയിൻ കയറിയിട്ടില്ല.
അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ആ ഭസ്മമൊക്കെ കിട്ടുന്നില്ല, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് സ്വാമിയുടെ രൂപത്തിൽ. അല്ലെങ്കിൽ ഞാൻ മാറി കയറുമായിരുന്നു, കാരണം ഞാൻ വിളിക്കുന്നിടത്ത് ഇതിൽ കയറി പോകാനാണ് വിളിക്കുന്നത്. അത് ഒറീസയിലോട്ട് മാറി കയറുന്നതിനേക്കാൾ ഈ ട്രെയിൻ അങ്ങ് പോയി. അതാ എപ്പോഴും ട്രെയിനുള്ള അതുമല്ല തൊട്ടടുത്തുള്ള സ്ഥലമല്ല, അതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും. അപ്പം എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചു, കാരണം വന്ന ആളിൻ്റെ നെറ്റിയിൽ ഭസ്മം ഇങ്ങനെ വട്ടത്തിനിട്ടിരുന്ന് വെള്ള ഡ്രസ്സും. ഞാൻ കണ്ണൂരോട്ട് പോകാൻ വന്നതാണ്, നിങ്ങൾ അടുത്ത കമ്പാർട്ട്മെൻറ്റിലാണ്, നിങ്ങൾ കയറിക്കോളാം. ട്രെയിൻ മൂവ് ചെയ്ത് നോക്കിയിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിശയമായിപ്പോയി. ഇതൊന്നും ഒന്നുമല്ല. ഇത് ഈ ഗുരുക്കന്മാരുടെ മായ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പ്രവചിക്കും. സാറിൻ്റെ ആ ചിക്കാഗോയിൽ പ്രസംഗിച്ച് അത് ഞാൻ എപ്പോഴും എടുത്തു വെച്ചിങ്ങനെ നോക്കും. നമ്മൾ ഗുരുസ്തോത്രം വായിക്കൂലേ, പിന്നെ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവ്. അത് വായിക്കുമ്പോൾ എപ്പോഴും എനിക്ക് സാറിൻ്റെയാണ് പറഞ്ഞത്. കാരണം അന്ധനായി സംസാരിക്കാൻ കഴിയാത്ത ആളിനെ വാചാലനാക്കുന്നതും മുടന്തനായിട്ടുള്ള ആളിനെ മല കയറ്റുന്നതും എല്ലാം ഒരു ഗുരു വിചാരിച്ചാൽ നടക്കും. 100%. അവരൊക്കെ ഇതൊക്കെ നിസ്സാര കാര്യമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മളെ സാർ എല്ലാത്തിനും പറയില്ലേ, ഞാൻ എന്ത് നേടിയത് ഒന്നും എൻ്റെ ഒരിക്കലല്ല. തന്നത് ഞാൻ പറഞ്ഞ അതാണ് മാഡം പറഞ്ഞപ്പോൾ പണ്ട് അന്നത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സങ്കടം വന്നേ അതുകൊണ്ടാണ്. കാരണം അത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത് ഭഗവാൻ. അവിടെ എന്നെ മാത്രമല്ല, അന്ന് 10-30ഓളം പേരുണ്ടായിരുന്നു. എല്ലാവരും വളർത്തി അത്ര കഷ്ടപ്പെട്ടാണ്. അങ്ങനെയാണ് ഭഗവാൻ അന്നം കഴിക്കാതെ ഭഗവാൻ മെലിഞ്ഞ് ഒരു ശരീരം ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ എന്നിട്ട് നമ്മളെ അപ്പോഴും നോക്കുകയാണ്, നമ്മളെ വാരിയല്ല് നിന്നോ നമ്മളെ തടവി നോക്കുകയാണ്. കുളിപ്പിക്കുമ്പം വാരിയല്ല് തടന്ന് നോക്കിയിട്ട് പറയാം, അയ്യോ പിള്ള ഇനി എന്ന് നിമന്ന് വരും എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇറങ്ങി വല്ല വാങ്ങിച്ചു കൊടുക്കാനായിട്ട് വേറെ നിവർത്തിയില്ല. അപ്പോൾ അങ്ങനെ അപ്പോഴും സ്വന്തം ശരീരം നോക്കാതെ ഭഗവാൻ മെലിഞ്ഞ് ഇരിക്കുകയാണ്. അത് നോക്കണില്ല, നമ്മളെ നോക്കുകയാണ്. അതാണ് ഭഗവാൻ ഇപ്പോഴും. ഭഗവാന്റെ ഭഗവാൻ അവസാനം ഈ ദുരാത്മാക്കളായ നമ്മളുടെ എല്ലാം കർമ്മഫലങ്ങൾ എടുത്തിട്ട് അത് ഭഗവാൻ അനുഭവിച്ചിട്ട്, അപ്പോൾ ഭഗവാൻ അവസാനം പറഞ്ഞ ഒരു കാര്യം, പിള്ളേ ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്നത് ഈ എടുത്തവരുടെ അല്ല, വരാനുള്ളവരുടെ പാപകർമ്മം എടുത്ത് അനുഭവിക്കുകയാണ്. ഞാൻ ഓരോ ദിവസവും അനുഭവിച്ച് തീർത്തിട്ട് പോണതും ചിലപ്പോൾ ഓരോരുത്തർ ഒരു ജന്മം അനുഭവിക്കേണ്ട ദുഃഖമാണ്. അതാണ് അദ്ദേഹം ഒരു ദിവസം കൊണ്ട് തീർത്തിട്ട് പോണേ. അങ്ങനെ തീർത്തിട്ട് പോയ ആളാണ് തമ്പുരാൻ. ചിലപ്പോൾ നമ്മളൊക്കെ ഇന്ന് എണീറ്റ് കിടന്ന് ഇങ്ങനെ ആരോഗ്യത്തിൽ നടക്കണ, ചിലപ്പോൾ എവിടെയെങ്കിലും ഭഗവാൻ പോയതോടുകൂടി ഭഗവാൻ ജീവസമാധിയിലേക്ക് പ്രവേശിച്ചോടി എവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങേണ്ടവരാണ്. ഒതുങ്ങാതെ പൊയ്ക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഭഗവാൻ നേരത്തെ അത് തീർത്തിട്ട് പോയതുകൊണ്ടാണ്. അതിനൊക്കെ അവരൊക്കെ പറ്റുള്ളൂ. അപ്പം അപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, അയ്യോ എൻ്റെ പിള്ളേർ ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് അവർ കഷ്ടപ്പെടും, അതും കൂടി ഞാൻ തീർത്തിട്ട് പോവാം. ആര് ചെയ്യും? അച്ഛനും അമ്മയും ചെയ്യുമോ? ദൈവങ്ങൾ ചെയ്യുമോ? ആരും ചെയ്യൂല. അങ്ങനെ ചെയ്ത ആളാണ് ചിന്താലയേശ ഭഗവാൻ. അതുകൊണ്ട് മാഡം ഗുരുക്കന്മാരിലും എല്ലാ ഗുരുക്കന്മാരും അങ്ങനെയല്ല മാഡം. ഗുരു എന്ന് പറയുമ്പോൾ പരമഗുരു വേറെ, അദ്ദേഹം യോഗാസന യോഗിയാണ്, കർമ്മയോഗിയാണ്. ഇന്നത്തെ സന്യാസിമാരന്മാരെന്ന് പറയുന്നവർ ആരാണ് മാഡം കുനിഞ്ഞൊരു കുപ്പ എടുക്കുന്നത്? വേഷം ധരിച്ച് സുഖമായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ആരാണ് അധ്വാനിച്ച് ഒരു ഭക്തർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്? എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ച് ഭക്തരെ കയ്യിരിക്കുന്നതിനെ പിടിച്ചു വായിക്കുന്നതല്ലാതെ ഭക്തർക്കെങ്കിലും കൊടുത്ത എത്ര ഗുരുക്കന്മാരുണ്ട്? അങ്ങനെ കാണിക്കാൻ ആരുമില്ല. ഞാൻ 12 പ്രാവശ്യം ഹിമാലയ ധാതുക്കളിൽ മഹാമഹർഷീവര്യന്മാരെന്ന് പറയുന്നവർ താമസിക്കുന്ന അഘോരികളും അല്ലാതെ നാഗസന്യാസിമാര്യന്മാരും ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ അഘോരികളെന്നും പറഞ്ഞ് ഇപ്പോൾ കുറേ ആളുകളെ ഇറക്കി. ഞാൻ ചെന്ന് കണ്ടു. ഞാൻ അഘോരികളെ പോയി കണ്ടതാണ്, നാഗസന്യാസികളെ കണ്ടതാണ്. ഈ അഘോരികൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് കാട്ടുപോത്തിൻ്റെ അത്രയുള്ള കുറേ സാധനങ്ങളെ ഇവിടെ ഇറക്കി. പല സ്ഥലങ്ങളിലും അഘോരി എന്നും പറഞ്ഞ്. മാഡം അവിടെ ദാരിദ്ര്യമാണ്. അവർ വല്ലപ്പോഴേക്ക് മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ. ഒരു മെലിഞ്ഞ് അവർ സന്യാസിവര്യന്മാരാണ്. അല്ലാതെ ഇതുപോലെ കാട്ടുപോത്തിനെപ്പോലെ ഭയങ്കരമായി തടിയും കയറിയിരിക്കുന്നവരല്ല. എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി. ഒരു സർവ പരിത്യാഗിയായ സന്യാസിക്ക് എങ്ങനെ വേണം ഈ ആനയെ പോലെ ഇരിക്കാൻ പറ്റും? മനസ്സിലായില്ലേ? ഇരിക്കാൻ പറ്റൂല.
ഇപ്പം നമ്മൾ തന്നെ വ്രതാനുഷ്ഠാനം നോക്കി ജീവിക്കുന്ന ഒരാൾ ആനയെ പോലെയൊന്നും ഇരിക്കില്ല. നമ്മൾ വെറും വ്രതാനുഷ്ഠാനം നോക്കി മത്സ്യമാംസാദികൾ അവോയ്ഡ് ചെയ്ത് വ്രതാനുഷ്ഠാനത്തിൽ ഇരിക്കുന്ന ആൾ തന്നെ മെലിഞ്ഞേ ഇരിക്കുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഇന്നത്തെ സന്യാസി വര്യന്മാരാണ് കലിയുഗത്തിൽ. അത് ഭഗവാൻ പണ്ട് നമ്മൾ വളരെ കാര്യമായിട്ട് പറയുകയും ചെയ്തു, കലിയുഗത്തിൽ ഇങ്ങനെ തന്നെയൊക്കെ സ്വാമിമാർ വരും, അവരാണ് സ്വാമിമാർ, അവരാണ് യഥാർത്ഥ സന്യാസി വര്യന്മാരെന്ന് അവർ തന്നെ പ്രഖ്യാപിക്കും. നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നവരായാലും ഭൗതിക ജീവിതം നയിക്കുന്നവരായാലും ഭൗതികത്തിൽ കൂടി ആത്മീയം കൊണ്ട് ഉണരുമുണ്ടല്ലോ. ആര് തന്നെ ആയിരുന്നാലും ഒരാളുടെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലെ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ കാണുന്ന ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് എത്തിച്ചേരുക എന്നാണ്. 100%. അതിലപ്പുറം ഇനി ഒരു മഹാഭാഗ്യം ഒന്നുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വാമിയുടെ ഭക്തന്മാരെല്ലാം കോടി കോടി പുണ്യം ചെയ്ത് ആണ്. ഭഗവാനുമായിട്ട് ബന്ധമില്ലാത്തവർ അവിടെ എത്തൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കർമ്മ ബന്ധം കിടന്നതുകൊണ്ട് 4 വയസ്സിലെത്തി. 4 വയസ്സിൽ. മറ്റതൊക്കെ നമ്മൾ അറിവായതിനു ശേഷം ചിലർ അന്വേഷിച്ച് നടക്കുന്നിടത്ത് വന്ന് അവിടെ എത്തിക്കുകയാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടാത്ത സമയത്ത് ഭഗവാന്റെ അടുത്ത് വന്ന് ആ ഒരു പായിൽ കിടക്കുക. പറയണ എനിക്ക് ഓർമ്മയുണ്ട്, സ്വാമിയുടെ തോർത്ത് തോർത്തല്ല, രാത്രിയാകുമ്പം ഈ ദേഹത്തൊരു തോർത്ത് മാത്രമേ ഉള്ളൂ. ഇതിനെടുത്ത് എനിക്ക് പുതച്ചു തരും. എന്നിട്ട് ആ നല്ല മഴയത്ത് തണുപ്പത്ത് ഒന്നും പുതയ്ക്കാതെ ഒരു ചെറിയ ഒറ്റ മുണ്ട് കൊടുത്ത് ഭഗവാൻ ഇരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അതപ്പോൾ എന്നിട്ട് നമ്മളെ ഉറക്കത്തിന് കേടുവരരുത്. അതാണ് ഭഗവാൻ. ഭഗവാൻ എന്നും സംരക്ഷകനാണ്. എന്നും ഭഗവാൻ സംരക്ഷകനാണ്. എല്ലാവരെയും സംരക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന എല്ലാവരെയും അദ്ദേഹം സംരക്ഷിക്കുവാൻ സംശയം വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, മാഡം ഭാഗ്യവതിയാണ്. മാഡം ഭാഗ്യമുള്ളവളാണ്. കാരണം ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച കുടുംബമാണ്. അത് മുൻനിർത്തി ഭഗവാനെ വിടാതെ പോയാൽ നിങ്ങൾക്ക് എന്നല്ല കുടുംബത്തിന് ഭഗവാന്റെ പരിചരണ ഉണ്ടാവും. അതിന് സംശയം വേണ്ട. അതുണ്ടായാൽ ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ടും വേണ്ട, തമ്പുരാൻ്റെ സപ്പോർട്ട് മാത്രം മതി. അപ്പോൾ ഇത്രയും സമയം ഈ ചാനലിൽ വന്ന് അതും മാഡം എന്നെ തന്നെ വിളിച്ച് സംസാരിച്ചു, പല പ്രാവശ്യം വിളിച്ച് സംസാരിച്ച് ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്യാനുള്ള നല്ല മനസ്സ് കാണിച്ച മാഡത്തിന് ഒന്നുകൂടെ നന്ദി. നമസ്കാരം.